അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം. ഇനി മഞ്ഞുകാലം. വ്യോമയാനം തടസ്സപ്പെടാതിരിക്കാനുള്ള മാർഗനിർദ്ദേശവുമായി മന്ത്രാലയവും ഒപ്പം എയർലൈനുകളും. കാലചക്രം അവിരാമം കറങ്ങവേ ഇനി വരാനിരിക്കുന്നത് മഞ്ഞിന്റെയും മൂടൽമഞ്ഞിന്റെയും സീസൺ. വിമാനങ്ങളുടെ സുഗമമായ സർവീസുകൾ പല രൂപത്തിൽ തടസ്സപ്പെടാറുള്ള കാലം. യാത്രക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരമാവധി ദൂരീകരിക്കാൻ വ്യോമയാന മന്ത്രാലയവും വിമാന കമ്പനികളും സാധ്യമായത്ര മുന്നൊരുക്കങ്ങൾ ഏറെ മുൻപ് തന്നെ ഏർപ്പെടുത്തിയാണ് മഞ്ഞുകാലത്തെ വരവേൽക്കാറ്. കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ഡിസംബർ 10 ആരംഭിച്ച് ചുരുങ്ങിയത് 3 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ മഞ്ഞുകാലം. ഈ കാലയളവിൽ രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി നഗരങ്ങൾക്ക് മേൽ കനത്ത പുകയും മൂടൽ മഞ്ഞും മൂടുകയും ദൂരക്കാഴ്ച നന്നേ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുകയും വഴി വ്യോമഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെടും. ഇത് വിമാനങ്ങളുടെ വരവ് പോക്കിൽ കാലതാമസവും റദ്ദാക്കലുകളും ഉണ്ടാക്കുന്നു. ഉത്തരേന്ത്യയിലാണ് മഞ്ഞുബാധ കൂടുതൽ രൂക്ഷം. ഇത് അത്യധികം ബാധിക്കുന്ന പ്രധാന വിമാനത്താവളങ്ങളിൽ ഡൽഹി, അമൃത്സർ, ജയ്പൂർ, ലക്നൌ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ സർവീസുകളും തടസ്സപ്പെടാറുണ്ട്. വരാനിരിക്കുന്നതിന്റെ പ്രാരംഭ സൂചന എന്നോണം കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞ് ബാംഗ്ലൂർ കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിലെ 37 വിമാനങ്ങൾ വൈകിപ്പിക്കുകയും 10 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ഉണ്ടായി. 2023 മൂടൽ മഞ്ഞ് മൂലം 3210-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. 3430 സർവീസുകൾ വൈകിപ്പിക്കേണ്ടിയും വന്നു. വിപുലമായ ലാൻഡിംഗ് സംവിധാനങ്ങൾ, പൈലറ്റുമാർക്ക് കൂടുതലായ പ്രത്യേക പരിശീലനങ്ങൾ, യാത്രക്കാരുമായും ട്രാവൽ ഏജൻസികളുമായും അപ്പപ്പോൾ നടത്തുന്ന ആശയവിനിമയത്തിലെ നൂതനവും ഫലപ്രദവുമായ തന്ത്രങ്ങൾ തുടങ്ങിയ നടപടികളിലൂടെ പരമാവധി പരിഹാരങ്ങളിൽ പര്യവേക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികൃതരും വിമാന കമ്പനികളും. വരാനിരിക്കുന്ന മഞ്ഞുകാല ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ സിവിൽ ഏവിയേഷൻ വകുപ്പ്, സർക്കാർ ഏജൻസികൾ, എയർപോർട്ട് അധികൃതർ, എയർലൈൻ എയർപോർട്ട് ഓപ്പറേറ്റർമാർ എന്നിവരുടെ പ്രത്യേക യോഗം അടുത്തയാഴ്ച ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. Akbar Travels, your reliable travel partner. കൂടുതൽ തിളക്കമുള്ള നേട്ടങ്ങൾക്ക് കളമൊരുങ്ങുന്നു അക്ബർ ഗ്രൂപ്പ് സേബർ കോർപ്പറേഷൻ സംഗമം. നിലവിലെ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ കൂടുതൽ തിളക്കമുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ട്രാവൽ രംഗത്തെ അജയ്യ സ്ഥാപനം അക്ബർ ഗ്രൂപ്പും ട്രാവൽ ടെക്നോളജി ഭീമൻ സേബർ കോർപ്പറേഷനും തീരുമാനിച്ചു. ഉഭയകക്ഷി സഹകരണം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അക്ബർ ഗ്രൂപ്പ് സ്ഥാപകനും സാരഥിയുമായ KV അബ്ദുൾ നാസർ ഉന്നത സേബർ കോർപ്പറേഷൻ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. സേബർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ റോഷൻ മെൻഡിസ്, സേബർ മാനേജിംഗ് ഡയറക്ടർ സാമുവൽ മച്ചാഡോ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജീവ് ഭാട്ടിയ, സെയിൽസ് മേധാവി ഭാനുശാലി, സീനിയർ മാനേജറും GSA തലവനുമായ സുധേന്ദു സിൻഹ എന്നിവരാണ് സേബർ സംഘത്തിലുണ്ടായിരുന്നത്. സേബർ ട്രാവൽ നെറ്റ്വർക്കിന്റെ ദീർഘവീക്ഷണമുള്ള നേതാക്കളുമായി ചിലവഴിച്ച സായാഹ്നം പ്രചോദനം പകരുന്നതായിരുന്നുവെന്ന് ചർച്ചകൾക്ക് ശേഷം KV അബ്ദുൾ നാസർ പറഞ്ഞു. ട്രാവൽ ഇൻഡസ്ട്രിയിൽ കാര്യക്ഷമമായ സേവനങ്ങൾ തടസ്സമില്ലാതെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് കരുത്ത് പകരുന്നതാണ് സേബർ ടെക്നോളജിയുമായുള്ള പങ്കാളിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്ബർ ഹോളിഡേ CEO ബെൻസി അബ്ദുൾ നാസർ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും അക്ബർ ടീമിൽ ഉണ്ടായിരുന്നു. കെട്ടുറപ്പുള്ള പങ്കാളിത്തം, നവീകരണം, വിശ്വാസ്യത, പങ്കാളിത്തത്തോടെയുള്ള വളർച്ച എന്നിവയിൽ അധിഷ്ഠിതമായ കെട്ടുറപ്പുള്ള പങ്കാളിത്തം അക്ബർ ഗ്രൂപ്പുമായി താങ്കൾ തുടർന്നും നിലനിർത്തുന്നുവെന്ന് സേബർ സംഘം അറിയിച്ചു. ഇനി മുടിയെക്കുറിച്ച് ആശങ്ക വേണ്ട. മുടികൊഴിച്ചിൽ, അകാലനര, താരൻ, മുടിപൊട്ടൽ തുടങ്ങി മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇനി ഒരു ശാശ്വത പരിഹാരം. ആഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ. ചെമ്പരത്തി, ബ്രഹ്മി, നെല്ലിക്ക, കറ്റാർവാഴ, രാമച്ചം, പതിമുഖം, ചിറ്റാമൃത്, ആര്യവേപ്പ്, തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ തുടങ്ങിയ ആയുർവേദ മൂലികകൾ അടങ്ങിയ ഈ മിശ്രിതം മുടിയുടെ വേരുകളിൽ ആഴ്ന്നിറങ്ങി 10 മുതൽ 12 ആഴ്ചയ്ക്കകം മുടിയുടെ ആരോഗ്യവും ഉറപ്പും ഭംഗിയും പ്രദാനം ചെയ്യുന്നു. 100% പ്രകൃതിദത്തം. ആഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ ഒരു അക്ബർ ഗ്രൂപ്പ് സംരംഭം. അക്ബർ ഗ്രൂപ്പിന് കീഴിലുള്ള പൊന്നാനി തൃക്കാവ് ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ നവംബർ 14 ശിശുദിനം ഗാല കിഡ്സ് എന്ന പേരിൽ ഉല്ലാസമായി അരങ്ങേറി. ശിശുദിനത്തിന്റെ ചരിത്രവും സന്ദേശവും ആമുഖ പ്രഭാഷണത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ
PK രഹന ടീച്ചർ അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളിൽ നൃത്തരൂപങ്ങൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രസംഗങ്ങൾ, ദേശസ്നേഹ ഗാനാലാപനം, മറ്റ് ഗാനങ്ങൾ, പ്രച്ഛന്ന വേഷം മുതലായ ഇനങ്ങൾ അരങ്ങേറി. ചാച്ച നെഹ്റുവിന്റെ വേഷപ്രച്ഛന്നം, ഫ്ലവർ ഡാൻസ്, മാലാഖ എന്നിവ പ്രത്യേക ശ്രദ്ധ നേടി. മധുര വിതരണവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് HOD സാജിദ ടീച്ചർ, ദിവ്യ ടീച്ചർ, ഇസാന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി രാജ്യത്തുടനീളം ആഘോഷിക്കുന്നത്. 1964 നെഹ്റുവിന്റെ വിയോഗത്തിന് ശേഷമാണ് നവംബർ 14 ശിശുദിനം ആചരിച്ചു തുടങ്ങുന്നത്. ശക്തമായ ഒരു രാജ്യത്തിന്റെ അടിത്തറയും ബലവുമാണ് കുട്ടികൾ എന്ന സന്ദേശം മുഴക്കാറുണ്ടായിരുന്ന നെഹ്റു, കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. നമ്മൾ അവരെ വളർത്തിയെടുക്കുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. മോണ്ടിസോറി കരിക്കുലത്തിൽ പ്രവർത്തിക്കുന്ന ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ സവിശേഷമായ എല്ലാ അവസരങ്ങളും ഉചിതമായ വിധത്തിൽ ആഘോഷിക്കാറുണ്ട്. കുരുന്നുകളുടെ പങ്കാളിത്തത്തോടെയാണ് എല്ലാം. അതാകട്ടെ കളിയിലൂടെ പഠിക്കുക എന്ന മോണ്ടിസോറി പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് താൻ. ബെൻകോ ഫുഡ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം. ബെൻകോ കോക്കനട്ട് ഓയിൽ. ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ. Bensi Polyclinic. We care for your health. അടുത്ത ന്യൂസിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.